മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ ദിനം. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നടത്തിയ ചരിത്രപ്രസിദ്ധമായ ഒരു സമർപ്പണമാണ് 1750 ജനുവരി 3 തൃപ്പടിദാനം. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായി അറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ നാട്ടുരാജ്യങ്ങളെയെല്ലാം വെട്ടിപ്പിടിച്ച് വേണാടിനോട് ചേർത്ത് തിരുവിതാംകൂർ എന്ന വലിയ രാജ്യം സ്ഥാപിച്ച് അത് കുലദൈവമായ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചടങ്ങാണിത്. പ്രതീകാത്മകമായി തൻ്റെ വാൾ പത്മനാഭസ്വാമിക്ക് മുന്നിൽ സമർപ്പിച്ച ശേഷം പത്മനാഭസ്വാമിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ദാസനായി പത്മനാഭദാസൻ എന്ന പേരു സ്വീകരിച്ച് രാജ്യഭരണം ഏറ്റെടുത്തു. അന്നു മുതൽ തിരുവിതാംകൂറിലെ രാജാക്കന്മാരെല്ലാം പത്മനാഭദാസന്മാർ എന്ന് അറിയപ്പെട്ടു. മുസോളിനി ഇറ്റലിയിൽ പാർലമെൻറ്റ് പിരിച്ചുവിട്ട് സ്വേച്ഛാധിപതിയായി. ലോകം കണ്ട ക്രൂരരായ ഏകാധിപതികളിൽ ഒരാളായ ബെനറ്റോ മുസോളിനി പാർലമെൻറ്റ് പിരിച്ചുവിട്ട് ഏകാധിപത്യം പ്രഖ്യാപിച്ചത് 1925 ജനുവരി 3 ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇറ്റാലിയൻ സൈനികനായിരുന്ന മുസോളിനി 1919 മാർച്ച് 23 ഫാസിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു. ഫാസിസം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവായി ഇദ്ദേഹം അറിയപ്പെടുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര സ്ഥിതി കലുഷിതമായപ്പോൾ രാജാവ് മുസോളിനിയെ പ്രധാനമന്ത്രിയാക്കി. 1925 ജനുവരി 3 മുസോളിനി പാർലമെൻറ്റ് പിരിച്ചുവിട്ട് സ്വയം രാഷ്ട്രത്തലവനായി. ഇറ്റലിയെ പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതാപത്തിലേക്ക് തിരികെ എത്തിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഹം. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറുമായി ചേർന്ന് മുസോളിനി സഖ്യമുണ്ടാക്കി. യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പരാജയപ്പെടാൻ തുടങ്ങി സ്വിറ്റ്സർലൻഡിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ അദ്ദേഹത്തെ പിടികൂടി വെടിവെച്ചു കൊല്ലുകയും പരസ്യമായി കെട്ടിത്തൂക്കി പ്രദർശിപ്പിക്കുകയും ചെയ്തു. ചാവറ കുര്യാക്കോസ് അച്ഛൻ ചരമദിനം. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹാനായ വിശുദ്ധനാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ എന്ന ചാവറയച്ചൻ. പുരുഷന്മാർക്കായി ഇന്ത്യയിലെ ആദ്യത്തെ കത്തോലിക്ക സന്യാസ സഭയും CMI, സ്ത്രീകൾക്കായി CMC സഭയും ആരംഭിച്ച അദ്ദേഹം പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയവും നടപ്പിലാക്കി. ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം എല്ലാ പള്ളികൾക്കും ഒപ്പം വിദ്യാലയങ്ങൾ തുടങ്ങണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. ഇത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് വലിയ പങ്കുവഹിച്ചു. ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായി പ്രത്യേക വിദ്യാലയവും തുറന്നു. 1805 ഫെബ്രുവരി 10 ആലപ്പുഴ കൈനകരിയിൽ ജനിച്ച അദ്ദേഹം 1871 ജനുവരി 3 അന്തരിച്ചു. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ചരമദിനം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച ആദ്യകാല ഇന്ത്യൻ ഭരണകർത്താക്കളിൽ ഒരാളായ തമിഴ്നാട്ടിലെ പാഞ്ചാലംകുറിച്ചി ഭരിച്ചിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ 1760 ജനുവരി 3 ജനിച്ചു. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആധിപത്യത്തെ അദ്ദേഹം ധീരമായി എതിർത്തു. ഞങ്ങളുടെ മണ്ണിൽ മഴ പെയ്യുന്നു, ഭൂമി വിളയുന്നു, ഞങ്ങൾ എന്തിനു നിങ്ങൾക്ക് നികുതി നൽകണം എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇന്നും തമിഴ് വീരഗാഥകളിൽ മുഴങ്ങിക്കേൾക്കുന്നു. ബ്രിട്ടീഷുകാർ
1799 പാഞ്ചാലംകുറിച്ചി ആക്രമിക്കുകയും 1799 ഒക്ടോബർ 16 വീരപാണ്ഡ്യനെ കയത്താറിൽ വെച്ച് ഒരു പുളിമരത്തിൽ പരസ്യമായി തൂക്കിലേറ്റുകയും ചെയ്തു. സതീഷ് ധവാൻ ചരമദിനം. ഭാരതീയ ബഹിരാകാശ കുലപതികളിൽ ഒരാളും ISROയുടെ ചെയർമാനുമായിരുന്ന സതീഷ് ധവാൻ 1920 സെപ്റ്റംബർ 25 ശ്രീനഗറിൽ ജനിച്ചു. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ഫിസിക്സിലും ഗണിതത്തിലും ബിരുദവും എഞ്ചിനീയറിംഗിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദവും നേടിയ അദ്ദേഹം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ വിക്രം സാരാഭായിക്കൊപ്പവും അദ്ദേഹത്തിനു ശേഷവും ഇന്ത്യയുടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ISROയുടെ മൂന്നാമത്തെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. ഒന്നാമത്തെ ചെയർമാൻ വിക്രം സാരാഭായിയും രണ്ടാമത്തെ ചെയർമാൻ MGK മേനോനും ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് സതീഷ് ധവാന്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യൻ പരീക്ഷണാത്മക ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ പിതാവായും അദ്ദേഹം അറിയപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. 2002 ജനുവരി 3 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഈ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് നാമകരണം ചെയ്തു. NB മുഹമ്മദ് ചരമദിനം. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, പത്രപ്രവർത്തകൻ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച NB മുഹമ്മദ് 1929 ജൂലൈ 1 കോഴിക്കോട് കുണ്ടുങ്ങലിൽ ജനിച്ചു. എണ്ണപ്പാടം, ദൈവത്തിൻ്റെ കണ്ണ്, മരം തുടങ്ങിയ നോവലുകളും തൊപ്പിയും തട്ടവും, നല്ലവരുടെ ലോകം തുടങ്ങിയ കഥാസമാഹാരങ്ങളും എഴുതി. MT വാസുദേവൻ നായരുമായി കൂടിച്ചേർന്ന് എഴുതിയ അറബിപ്പൊന്ന് എന്ന നോവൽ ഏറെ ശ്രദ്ധേയമായി. 2003 ജനുവരി 3 അന്തരിച്ചു. മരിക്കുമ്പോൾ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അംഗം, ഫിലിം സെൻസർ ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അനിൽ പനച്ചൂരാൻ ചരമദിനം. കവിതാലാപനത്തിൻ്റെ ഭംഗിയാലും മൂർച്ചയുള്ള വാക്കുകളാലും മലയാള മനസ്സിൽ ഇടം നേടിയ ജനപ്രിയ കവിയും ഗാനരചയിതാവുമാണ് അനിൽ പനച്ചൂരാൻ. 1965 നവംബർ 25 കായംകുളം ഗോവിന്ദമുട്ടത്ത് വാരണപ്പള്ളി പനച്ചൂർ വീട്ടിൽ ജനിച്ചു. നിയമബിരുദം നേടി അഭിഭാഷകനായി ജോലി ചെയ്തു. വിൽക്കുവാൻ വച്ചിരിക്കുന്ന പക്ഷികൾ, അനാഥൻ, പ്രണയകാലം തുടങ്ങി നിരവധി ജനപ്രിയ കവിതകൾ രചിച്ച അദ്ദേഹം 40ഓളം സിനിമകൾക്ക് ഗാനരചനയും നിർവഹിച്ചു. 2021 ജനുവരി 3 55-ാം വയസ്സിൽ കോവിഡ് ബാധിച്ച് മരണമടയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം എന്ന് തുടങ്ങുന്ന വിൽക്കുവാൻ വച്ചിരിക്കുന്ന പക്ഷികൾ എന്ന കവിതയും, ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോളോമനിക്കാൻ, ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ, ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ എന്ന് തുടങ്ങുന്ന പ്രണയകാലം എന്ന കവിതയുമൊക്കെ കേൾക്കുകയും ചൊല്ലുകയും ചെയ്യാത്ത മലയാളികൾ കുറയും.